സംഘടനയായ അമ്മയിൽ ആഭ്യന്തര കലഹവും പരസ്യമായ പൊട്ടിത്തെറിയും മൂർച്ഛിക്കുന്നതിനിടെ മുൻ ഭരണസമിതി അംഗമായ നടൻ ജോയ് മാത്യു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്ന് രാജിവെച്ചു. നിർവാഹക സമിതിയിലെ അസ്വാരസ്യങ്ങളും ജനാധിപത്യ വിരുദ്ധമായ നിലപാടുകളും തുറന്നു കാണിച്ചാണ് ജോയ് മാത്യു രാജിവെച്ചത്. സംഘടനയുടെ പ്രസിഡന്റിന് അയച്ച രാജിക്കത്തിലാണ് കമ്മിറ്റി അംഗങ്ങൾക്കിടയിലെ പരസ്പര ബഹുമാനമില്ലായ്മയും പദവികൾക്കായുള്ള ആർത്തിയുമാണ് സംഘടനയെ പൊതുജനങ്ങൾക്ക് മുന്നിൽ അപഹാസ്യമാക്കിയതെന്ന് അദ്ദേഹം തുറന്നടിച്ചിരിക്കുന്നത്. മുതിർന്ന നടന്മാർ സദുദ്ദേശത്തോടെ തുടക്കമിട്ട സംഘടന ഇന്ന് സമൂഹത്തിന് മുന്നിൽ പരിഹാസ്യമായി മാറിയതിന് കാരണം താനടക്കമുള്ള പുതിയ ഭരണസമിതിയുടെ പിടിപ്പുകേടാണെന്ന് ജോയ് മാത്യു കത്തിൽ സ്വയം വിമർശനമുന്നയിക്കുന്നു. ഔദ്യോഗിക പാനലിന് പുറമെ വ്യക്തികളായി മത്സരിച്ച് ഭരണസമിതിയിലേക്ക് കടന്നുവന്ന ചിലരുടെ ചെറിയ ഈഗോയും വലിയ അധികാര കൊതിയുമാണ് ഈ തകർച്ചയ്ക്ക് കാരണം. അംഗങ്ങളുടെ ക്ഷേമത്തിന് മുൻതൂക്കം നൽകേണ്ട സംഘടന ദിവസേനയെന്നോണം പൊതുസമൂഹത്തിന് മുന്നിൽ ചിരിക്കാനുള്ള വകയായി മാറുന്നതിൽ താനേറെ ദുഃഖിതനാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. നിർവാഹക സമിതി അംഗങ്ങൾക്കിടയിൽ ജനാധിപത്യ ബോധമോ പരസ്പര ബഹുമാനമോ ഇല്ല എന്നത് ഒരു സമിതി അംഗമെന്ന നിലയിൽ തനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ട കാര്യമാണ്. പരസ്പരം പഴിചാരലും കുറ്റപ്പെടുത്തലുകളും തുടങ്ങി ആരോപണ പ്രത്യാരോപണങ്ങളിലൂടെ പോലീസിൽ പരാതിപ്പെടുന്നതുവരെയുള്ള നിർഭാഗ്യകരമായ കാര്യങ്ങളിലേക്കാണ് ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങൾ വഹിക്കുന്നവർ തന്നെ കാര്യങ്ങളെ എത്തിച്ചത്. ഇതുതന്നെ അതീവ നിരാശയിലാഴ്ത്തുന്നു. അപൂർവം ചിലരെങ്കിലും ആത്മാർത്ഥമായി സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഓരോ എക്സിക്യൂട്ടീവ് യോഗത്തിലും കാണാൻ കഴിഞ്ഞത് ഐക്യമില്ലായ്മയുടെയും അവിശ്വാസത്തിന്റെയും നിഴലുകൾ മാത്രമാണെന്ന് ജോയ് മാത്യു തുറന്നു പറയുന്നു. തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം അശേഷം ജനാധിപത്യ ബോധമില്ലാത്ത ഒരു സംഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് തനിക്കൊരു നല്ല രീതിയിൽ യാതൊന്നും ചെയ്യാൻ സാധിക്കാതെ വന്നതാണ് യാഥാർത്ഥ്യം. മികച്ച പ്രവർത്തനവും ആരോഗ്യപരമായ ചർച്ചകളും തീരുമാനങ്ങളും പ്രതീക്ഷിച്ച് തന്നെ വോട്ട് ചെയ്ത് തെരഞ്ഞെടുത്ത അമ്മയിലെ സാധാരണ അംഗങ്ങളോട് അദ്ദേഹം കത്തിലൂടെ ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുകയും ചെയ്തു. ഭരണസമിതിയിലെ ഈ ശ്വാസമൊട്ടിക്കുന്ന അന്തരീക്ഷം കാരണമാണ് താൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്ന് രാജിവെക്കുന്നതെന്ന് വ്യക്തമാക്കിയ ജോയ് മാത്യു കത്ത് നൽകിയ തീയതി മുതൽ സ്ഥാനമൊഴിയുന്നതായി അറിയിച്ചു. എന്നാൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി വിട്ടാലും സംഘടനയിലെ ഒരു സാധാരണ അംഗമെന്ന നിലയിൽ അമ്മയുടെ തത്വങ്ങൾക്ക് അനുസൃതമായി തുടർന്നും സഹകരിക്കുമെന്നും തന്റെ രാജി ഉടൻ സ്വീകരിക്കുമെന്നാണ് വിശ്വാസമെന്നും പറഞ്ഞാണ് അദ്ദേഹം കത്ത് അവസാനിപ്പിക്കുന്നത്. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷമുള്ള വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ രൂപീകരിച്ച പുതിയ ഭരണസമിതിയിൽ നിന്നും പ്രമുഖർ തന്നെ പടിയിറങ്ങുന്നത് അമ്മ സംഘടനയെ വീണ്ടും വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിടുന്നത്.